പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട്. മനാഫ്ക ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ്ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻഖ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി അർജുന്റെ സഹോദരിക്ക് ഇപ്പൊ മനാഫിക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങേരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവരുടെ സംസാര രീതി. എനിക്ക് കണ്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ ഉള്ള കാര്യം പറയുന്നത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുപോലെ യൂട്യൂബേഴ്സിന് ഇതിന്റെ ഇടയിൽ കൂടി കയറി മുതലാക്കിയവന്മാരെന്നുള്ള ഒരു പുച്ഛഭാവം, ഇതൊക്കെയാണ് അർജുന്റെ സിസ്റ്ററിന് ഇപ്പോൾ നിലവിൽ ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയിട്ട് കേരളക്കര മൊത്തം ഒന്നടങ്കം നിന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അതിൽ ഒരു മാറ്റവുമില്ല. എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. ഈ ഒരു ചർച്ചാ വിഷയത്തിൽ കമന്റ് രൂപത്തിലും വീഡിയോ രൂപത്തിലും എല്ലാം അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും പ്രതികരിച്ചു, കൂടെ നിന്നു, മലയാളികൾ ഒന്നടങ്ങാം. പക്ഷെ ഇപ്പോ നിലവിൽ അർജുന്റെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പിന്നെ ലോറി ഉടമയായ മനാഫ് ലോറി ഉടമ അല്ല എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ടോക്ക്, എന്തോ ഉടമ ആവേ അല്ലാതെ പാർട്ട്ണർഷിപ്പായി എന്തേലും ആയിക്കൊണ്ടോട്ടെ. അപ്പൊ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉടായ്പാണ്, അവൻ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള കളിയാണ്, അവൻ അതിനാണ് ഇതിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിലേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പിടികിട്ടും. എനിക്ക് സത്യം പറയാലോ, അർജുന്റെ സിസ്റ്ററിന്റെ ആ ഒരു പെരുമാറ്റം എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല ഒരു തരത്തില്. അപ്പോൾ ആദ്യം തന്നെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് വേറൊരു കിളവൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും. ഈ ലോറി അവിടെ എത്തി എന്ന് പറയുന്നു, ഈ ചായക്കടയ്ക്ക് മുൻപിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു. അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി തപ്പ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു. വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം. ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ, 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. കാരണം അങ്ങനെ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല, അത് പുറത്ത് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ 2 ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ്? മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു, പരിശോധിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ട് ഇയാളുടെ പല സ്ഥലങ്ങളിലും കീരവിത്ത് എടുക്കാമെന്ന് റെയ്ഡ് നടത്തി. എന്തെടുക്കാൻ? കീരവിത്ത്. എന്റെ പൊന്ന് ഭാഷയാണ്, ചുമ്മാ ഇരുന്ന് അങ്ങ് തള്ളി മറിക്കണം. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്. ചില കളവന്മാർക്ക് വയസ്സാങ്കാലത്ത് ഇപ്പൊ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുണ്ട്, വായി തോന്നണം വിളിച്ച് പറയുക. ആ കൂട്ടത്തിൽ പെടുത്താണ് നമ്മുടെ ഭാഷ എന്നാണ്. ചുമ്മാ ഇരുന്നങ്ങ് പറയുക എന്തോ കീരവിത്ത് കിഴങ്ങെടുത്ത പോലെ. എന്തായാലും മനാഫ് എന്ന് പറയുന്ന വ്യക്തിയിൽ എനിക്ക് ഒരു നിഗൂഢതയും തോന്നിയില്ല. പിന്നെ അങ്ങേര് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ലോറി കയർന്ന് പിടിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അന്ന് എല്ലാവരും പറഞ്ഞതുപോലെ പ്രഡിക്റ്റ് ചെയ്തു, അവിടെ കാണാൻ ചിലപ്പോൾ മണ്ണിനടിയിൽ കാണാം, ചിലപ്പോൾ വെള്ളത്തിനടിയിൽ കാണാം. അത് ഒരുപാട് പേര് പ്രഡിക്റ്റ് ചെയ്തു. ആ രീതിയിൽ മനാഫും പ്രഡിക്റ്റ് ചെയ്തു. അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ അവൻ മറ്റേ നിഗൂഢത ഒളിപ്പിക്കാൻ, മറ്റേ ഗീരവിത്ത് എടുക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇനി മനാഫ് ഇതുമായി റിലേറ്റ് ചെയ്ത് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുന് കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടിയും വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക, ഓനെ അതിന്റെ ഉള്ളിൽ നിന്ന്, ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം. ഓൻ അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടിയോ നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ കണ്ണുനീര് കണ്ടിട്ട് നിനക്ക് അഭിനയമായിട്ട് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ആ വണ്ടി വേണ്ട, അവന്റെ ശരീരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, ആ വണ്ടി അങ്ങ് ഇടുക. അതാണ് മനാഫിയുടെ പറയുന്നത്. അത് കേട്ടിട്ട് ബോധമുള്ളവന്മാർക്ക് മനസ്സിലാവും. ഈ ഒരു വണ്ടി കാണാതായപ്പോ തന്നെ അത്രയും സീനായ കേസാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അവർ 2 ദിവസത്തിൽ എന്തെങ്കിലും സംസാരിച്ച് അത് ക്ലെയിമായി ചിലപ്പോൾ കിട്ടും, അങ്ങനത്തെ രീതിയിലൊക്കെ കിട്ടും. അതിനെ പോയിട്ട് ഈ പറയുന്ന പോലെ അങ്ങ് നെഗറ്റീവ് അടിച്ച് തള്ളയാണ്. മനാഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അവൻ ഈ പരിപാടി കാണിക്കുന്നത്. ഇത് അവന്റെ കണ്ണുനീര് നോക്കടാ. ആ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ഇത് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാലോ. കമന്റിന്റെ പൂര വിളയാട്ടാണ് മനാഫ് ഫുഡായിപ്പ് എന്നുള്ള സാധനം. ഈ നമ്മുടെ ബാസിയണ്ണയിരുന്ന് അങ്ങ് പറയല്ലേ, അവൻ ചന്ദനക്കടത്ത് മറ്റേ കടത്ത് മാറിച്ചത് കടത്തെന്ന്. ഇവിടുത്തെ വിഷയം അർജുനെ കാണാതായതാണ്. അതിൽ നിനക്ക് പറ്റുമെങ്കിൽ അത് നിനക്ക് പറ. അല്ലാണ്ട് അണ്ണന്മാർ വന്നിരുന്ന് ചുമ്മാ വായത്താളം അടിച്ച് അവൻ മറ്റതാണ്, അവൻ മറിച്ചതാണ്, അത് അവൻ ഇതാണ്, അവൻ മറ്റതാണ്, കീരവിത്താണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് അവൻ ചെയ്തതെന്ന്. അവന് വണ്ടിയും വേണ്ട, ഒരു കിണ്ടിയും വേണ്ടെന്നാണ് അവൻ അവിടെ പറയുന്നത്. മുക്കി ഇട്ടോ,
സാധനം ബോഡി ഏതെങ്കിലും എത്തിക്കണം. ഈ ബോഡി എത്തിച്ചു കഴിഞ്ഞാൽ അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് കിട്ടും, അല്ലെങ്കിൽ അത് എന്നും ഒരു മിസ്സിംഗ് കേസായിട്ട് അവിടെ കിടക്കും, അല്ലെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ആ ഇൻഷുറൻസ് തുക അവർക്കെങ്കിലും കിട്ടും. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരായി പോകുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ ഇതിൽ അർജുന്റെ സഹോദരിയുടെ വാക്കുകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും മനാഫ് പറയുന്ന ബാക്കി കേട്ട് നോക്കാം. ഇത് എന്റെ ഒരു കടമേനു, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എന്റെ ജോലിക്കാരന് എന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോകുന്ന എന്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമ ഉണ്ട്. എന്റെ വീട് കഞ്ഞി കുടിച്ചു പോകുന്നത് ഓനെക്കൊണ്ട. അപ്പം അതായത് ഓനെപ്പോലുള്ള എന്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്നാല് കഴിയുന്നുള്ള ഒരു 100% വിശ്വാസമുള്ള ഒരു കാര്യവും അവനെ തേടി പിടിക്കുക എന്നുള്ളത്. പല ടൈമിനും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരോ എന്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു കിട്ടും. ആർക്കും കിട്ടൂല എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് ഇവൻ പ്രാന്തനാണ്. പക്ഷെ എനിക്ക് 100% ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. മനാഫിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. വേറെ ഒന്നുമല്ലടാ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ആ വാക്കുകളിൽ ഒരു വാക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്നം കഴിക്കുന്നത്. ആ ഒരു സാധനം മതി. ഇതിന്റെ അപ്പുറം എന്താണ് അറിയേണ്ടത്? ആ ഒരു വാക്ക് വരണമെങ്കിൽ ഉൾമനസ്സിൽ നിന്ന് വന്നെങ്കിൽ തിരിപ്പ് പറയുന്നവന്മാരെ എനിക്ക് യോജിക്കാനേ പറ്റുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെ ലേറ്റസ്റ്റ് ആയിട്ട് 24 വന്നിട്ടുള്ള മനാഫിന്റെ ഒരു മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. മനാഫ്, ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? വണ്ടി ടോട്ടൽ ലോസ് ആണ്. ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? അതറിയാം, ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അല്ല, ഇൻഷുറൻസ് നമ്മളതിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലേനു. നമുക്ക് ഇപ്പൊ വണ്ടി കാണണമെന്ന് ഒരു നിർബന്ധം ഇല്ലാതെ തന്നെ ഇൻഷുർ കിട്ടും. വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസിന് ഒരു പ്രശ്നമില്ലേനു. നമ്മൾ FIR ഇട്ടുപോയ കേസാണിത്. അപ്പൊ ഈ FIR എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു FIR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും FIR ക്ലോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നു പോകും. അപ്പൊ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിന്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ FIR ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ കളക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കണം. FIR ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. വേണമെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി തരാം, മനാഫിന് പുതിയ ഇൻഷുറൻസ്, പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പണി നമ്മൾ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് എന്താണ് ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട്. ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ 7 കൊല്ലത്തിന് ശേഷം അവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളൂ. അപ്പത്തേക്കും ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നത്തെ അപ്പത്തെ സാഹചര്യം എന്താന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഡിക്ഷണറിയിലില്ല. ചെയ്യേണ്ട മനാഫിന് കൈയടി അല്ലാതെ എനിക്കൊന്നും തരാലോ. ഒരു ബിഗ് സല്യൂട്ട്. കാരണം തന്റെ തൊഴിലാളിയോട് ഇമാതിരി ഒരു കടമ ഒരു മുതലാളിയും കാണിക്കത്തില്ല. തന്റെ ലോറി പോയി തന്റെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുക, അതായിരിക്കും ഓരോ മുതലാളിയും കാണിക്കുക. പക്ഷെ ഇവിടെ മനാഫ് കാണിച്ചതോ അവനെ കിട്ടണം, അവന്റെ വീട്ടുകാർക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഏത് മുതലാളിയുടെ ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല, വിരലെണ്ണാവുന്നത് മാത്രം. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇവിടെ കണ്ടത്. ഇവനെയാണ് നെഗറ്റീവ് പറഞ്ഞ് നാട്ടുകാർ ചുമ്മായിട്ട് വലിച്ചു കയറി ഒട്ടിച്ചത്. പക്ഷെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ പറയുന്ന അർജുന്റെ സഹോദരിയുടെ വാക്കുകളാണ്. ഇങ്ങനെ ഒരു മനസ്സുള്ള മനാഫിന്റെ പേര് പറയാതെ ബാക്കി എല്ലാവരെയും പറയുകയും യൂട്യൂബേഴ്സിനെ കുറ്റം പറയുകയാണ് ചെയ്തു പോയത്. അതെനിക്ക് യോജിക്കാൻ പറ്റിയില്ല. നോക്കാം. കൂടെ നിന്ന ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേര്. അതേമാതിരി നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ എന്നും വന്ന് നമ്മുടെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അവിടെയുള്ള ഈ ഡ്രഡ്ജിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് സാധ്യമാക്കി തന്ന
നമ്മുടെ രാഘവൻ സാറാണെങ്കിലും അഷ്റഫ് സാറാണെങ്കിലും KC വേണുഗോപാൽ സാർ, SP നാരായൺ, അവിടുത്തെ ജില്ലാ ഭരണകൂടം, സതീശ് സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ നിന്നുണ്ട് ആ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് രീതിയിലുള്ള കിട്ടിയിട്ടുണ്ട്. കുടുംബത്തിന്റെ കൂടെ എന്നും നമ്മുടെ ഇവിടെയുള്ള സർക്കാരും അതേമാതിരി കൃഷ്ണ തകർന്നു പോയപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. അവർക്ക് ജോലി കൊടുത്ത നമ്മുടെ സർക്കാരിനോടും അതേമാതിരി ഡ്രഡ്ജിങ് സാധ്യമാക്കി അർജുനെ തിരികെ തന്ന നമ്മുടെ കർണാടക സർക്കാരിനോടും എല്ലാവരുടെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. പിന്നെ കൂടെ നിന്ന നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ പോലെ അത്രയും ഞങ്ങൾ മാനസികമായി തകർന്നാൽ നിങ്ങൾ എല്ലാം നമുക്കറിയാം. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിങ്ങൾ ആളുകളൊക്കെ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവിടുത്തെ വെയിലും മഴയും അതെല്ലാം ഇതാക്കിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ അത്രയും ആളുകൾ നിന്നുണ്ട്. പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല, അത്രയും ആളുകൾ നിന്നിട്ടുണ്ട്. ഇവിടെ കയറി വരുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ മതി. അപ്പം എല്ലാവരുടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം. ന്യൂസിനെയും പറയുന്ന സർക്കാരിനെയൊക്കെ ഘോരഘോരമായിട്ട് എടുത്തങ്ങ് പുകഴ്ത്തി വാനോളം വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു മനാഫ് മുതലാളിയുടെ പേര് പറഞ്ഞിട്ടില്ല. അവന്റെ വിഷമവും അവന്റെ സങ്കടവും കണ്ട അവൻ പറയുന്നത് നിങ്ങൾ കേട്ടായിരുന്നു. എന്താണ് ബാക്കി സഹോദരി പറയുന്ന കേൾക്കാം. ഈ മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ്? മനാഫ് ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ് ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻ ഖാൻ ആണ്. മനാഫ് ആണെങ്കിലും മുബീൻ ഖാൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട്. പക്ഷെ നമ്മൾ കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ, അമ്മ, എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി. ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞ ഒരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം. ചിരിക്കാതെ ഇത് എന്താ പറയണ്ടേ? മനാഫിക്ക നിന്നില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മനാഫിക്കേക്കാളും മുന്നിൽ നിന്ന് മുബീനിക്കയാണ്. അതുകൊണ്ട് മുബീനിക്ക, പിന്നെ നമ്മുടെ ഫാമിലി, ബാക്കിയുള്ള ആൾക്കാർ നമ്മളെവിടെ പോയി ആരുടെ സഹായം ചോദിച്ചാൽ സഹായം. പക്ഷെ മനാഫിക്കേക്കാളും മുന്നിൽ നിന്ന് മുബീനിക്കയാണ്. അത് മതി. കേട്ടപ്പോ സന്തോഷമായി കേട്ടോ, വളരെ സന്തോഷമായി സഹോദരി. മനാഫ് ഖാന്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബീൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ്. പുള്ളി നമ്മുടെ കുടുംബത്തിൽ, ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട്. പുള്ളി സൈലന്റ് ആണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ. അർജുൻ എന്താ സംഭവിച്ചത്, അർജുനെ ലോറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ചോദ്യമായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഒരുപാട് നന്ദിയുണ്ട് സഹോദരി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ വികാരത്തിനെ ചൂഷണം ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സ് അല്ലെ. അപ്പൊ മീഡിയക്കാരൊക്കെ വന്ന് നിങ്ങളുടെ വികാരത്തിനെ ചൂഷണം ചെയ്തപ്പോൾ ഒരു വിഷയമില്ല. നിങ്ങളുടെ വീടുകളിൽ ഇടിച്ചു കയറി നിങ്ങളെ മുന്നിൽ മൈക്കുകളും ക്യാമറയായിട്ടൊക്കെ വന്ന് നിന്ന് അവരുടെ ചാനലിൽ റീച്ചും റേറ്റിംഗും ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രശ്നവുമില്ല. പക്ഷെ കുറെ യൂട്യൂബുകാർ ഇതിന്റെ പിറകെ കിടന്ന് മൈലേജ് ഉണ്ടാക്കിയെന്ന് അല്ലെ. നന്നായിരിക്കട്ടെ, അനുഗ്രഹിക്കുന്നു. ഇതായിരിക്കണം. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഈ നിലപാടിൽ ഉറച്ചിരിക്കണം കേട്ടോ സഹോദരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു നിലപാട്. ഇങ്ങനെ ആയിരിക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പിന്നെ